ഹലോ, അഷീസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നിലധികം ശാഖകളടങ്ങിയ ആൽക്കേനുകളുടെ നാമകരണമാണ്. അപ്പം ഒന്നിലധികം ശാഖകളുള്ളപ്പോൾ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ തിരഞ്ഞെടുക്കുക. അതിൽ ശാഖകൾക്കുള്ള കാർബൺ ആറ്റങ്ങൾക്ക് കുറഞ്ഞ സ്ഥാനസംഖ്യയാണ് നൽകേണ്ടത്. അതാണ് നമ്മൾ IUPAC നെയിമിംഗ് വഴി നമ്മൾ ആദ്യമേ പഠിച്ചത്. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ, ഏറ്റവും നീളം കൂടിയ ചെയിൻ കണ്ടുപിടിക്കുക. ശാഖയ്ക്ക്, ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന രീതിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇടത് നിന്നോ വലത് നിന്നോ നമ്പറിങ് ചെയ്യാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശാഖയ്ക്ക് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, ഒരു സംയുക്തം. അതിൽ ശരിയായ നമ്പറിങ് ചെയ്ത രീതി എന്ന് പറയുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ട് ചെയ്യുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ശാഖയ്ക്ക് 2ഉം 4ഉം കിട്ടുന്നത്. ഓക്കെ, അതുപോലെ അതിൻ്റെ IUPAC നെയിം തന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത ചുവടെ നൽകിയിരിക്കുന്ന IUPAC നാമം നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു ലോങ്ങസ്റ്റ് ചെയിനാണ്, 7 കാർബണാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരെന്തായിരിക്കും? 7 എന്ന് പറയുമ്പോൾ വേർഡ് റൂട്ട് എന്താണ്? ഹെപ്റ്റാണ് അല്ലേ? ഓക്കെ, ഹെപ്റ്റെയിൻ. അതുപോലെ തന്നെ അതിൽ ശാഖ വരുന്നത് 3ഉം 6ഉം വരുന്നുണ്ട്. അതുപോലെ തന്നെ വലത്ത് നിന്ന് ഇടതോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2ഉം 5ഉം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ശരിയായ രീതി ഏതാണ്? വലത്ത് നിന്ന് ഇടത്തോട്ട് ചെയ്യുന്നതാണ്. 2ഉം 5ഉമാണ് കിട്ടുന്നത്. അപ്പോൾ പേരെന്ത് വരും? ഈ ബ്രാഞ്ചിൻ്റെ നെയിം എന്താണ്? CH3 ആയതുകൊണ്ട് മീഥൈലാണ്, മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പം 2,5 ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ. എന്തുകൊണ്ടാണ് ഡൈ വന്നത്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് ഡൈ എന്ന് വന്നത്. ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ. ഓക്കെ, അതുപോലെ നമ്പറിങ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഏത് കാർബണിലാണ് ബ്രാഞ്ച് ഉള്ളതെന്ന് ശ്രദ്ധിക്കണം. പേജ് നമ്പർ 12 നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ എത്ര കാർബണാണെന്ന് ആദ്യം എണ്ണി നോക്കുക. 1 2 3 4 5 5 കാർബണാണുള്ളത്. അപ്പം വേർഡ് റൂട്ട് എന്താണ്? പെൻറ്റ് അല്ലേ? ഇനി എവിടെയൊക്കെയാണ് ബ്രാഞ്ച് ഉള്ളത് നോക്കാം. എവിടെ നിന്ന് നമ്മൾ നമ്പറിങ് കൊടുത്താലും, ഇടതു നിന്നും വലത് നിന്നും നമ്പർ കൊടുത്താലും ഇതിന് സെയിം ആണ് ബ്രാഞ്ചിന് വരുന്നത്. 2 and 4, 2ഉം 4ഉമാണ് വരുന്നത്. അപ്പം 2,4 ഡൈ മീഥൈൽ പെൻറ്റെയിൻ. മീഥൈലാണ്, കാരണം ബ്രാഞ്ച് എന്ന് പറയുന്നത് CH3 ആണ്. CH3ൻ്റെ പേരെന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നെയിമിങ്ങും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. എത്ര കാർബൺ ഉണ്ടെന്ന് ഫസ്റ്റ് എണ്ണി നോക്കുക. 1 2 3 4 5 6 കാർബൺ ആണത്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ശാഖകളുടെ എണ്ണം എത്ര ശാഖയുണ്ട് ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, 3. ഓക്കെ, ശാഖയുടെ പേര് CH3 ആകുമ്പോൾ എന്താണ്? മീഥൈൽ. ദെൻ ഇടത്ത് നിന്ന് വലതോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എത്രയാണ്? 2 ആണ്. അതുപോലെ തന്നെ വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുവാണെങ്കിലും സംഖ്യയ്ക്ക് എത്ര തന്നെയാണ്? 2 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ശാഖയ്ക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത് എപ്പോഴാണ്? വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ്. നമ്മുടെ വലത് ഏതാണോ നമ്മൾ ബുക്കിലേക്ക് നോക്കുമ്പോൾ അതാണ് നമ്മൾ വലതായി എടുക്കുന്നത്, റൈറ്റായിട്ട് എടുക്കുന്നത്. ഓക്കെ, ദെൻ ശാഖയുടെ ശരിയായ സ്ഥാനസംഖ്യകൾ അപ്പോൾ ഏതൊക്കെയാണ്? 2 3 5 അല്ലേ? ഏറ്റവും കുറഞ്ഞ നമ്പറിംഗ് ആണ് കിട്ടേണ്ടത്. 2ഉം 3 5 ആണ്. അല്ലാതെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ്, ഇടതെന്ന് വലതോട്ട് നോക്കുമ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്? 2 4 5 ആണ്. അപ്പം 4നെക്കാട്ടിയും ചെറുതേതാണ്? 3 ആണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അടുത്തത് 12ാമത്തെ പേജിൽ തന്നെ ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു കോമ്പൗണ്ട് സംയുക്തം കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്: മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന്. അപ്പോൾ ഇതിൽ എത്ര കാർബണാണുള്ളത് മുഖ്യ ചെയിനിൽ? എങ്ങനെ നോക്കിയാൽ എന്താണ്? 3 ആണ് മെയിൻ ലോങ്ങസ്റ്റ് ചെയിൻ വരുന്നത്, നീളം കൂടിയ പ്രധാന ചെയിൻ. നെക്സ്റ്റ്, ശാഖകളുടെ എണ്ണം എത്ര ശാഖയുണ്ട്? അപ്പം 2. ശാഖയുടെ പേരെന്തായിരിക്കും? CH3 ആണല്ലേ, മീഥൈൽ. ഇനി ശാഖയുടെ സ്ഥാനസംഖ്യ ഏത് കാർബണിലാണ് ഈ ബ്രാഞ്ച് വന്നിരിക്കുന്നത്, ശാഖ വന്നിരിക്കുന്നത്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ IUPAC നാമം എന്തായിരിക്കും? 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. 3 കാർബണാണ് ഏറ്റവും നീളം കൂടിയ ചെയിനിലുള്ളത്, അതുകൊണ്ട് പ്രൊപ്പെയിൻ. ഇനി അടുത്ത് നോക്കാം. പേജ് നമ്പർ 13
നമുക്ക് ചെയ്യാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം 2,3 ഡൈമീഥൈൽ പെൻറ്റെയിൻ എന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ മുഖ്യ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? ആ പേര് തന്നെ ഉണ്ട് അല്ലേ, പെൻറ്റെയിൻ. ലാസ്റ്റ് വന്നത് പെൻറ്റ് എന്ന് പറയുമ്പം 5 കാർബൺ. ദെൻ മുഖ്യ ചെയിന് എഴുതിയ ഒരു നമുക്ക് ഫോർമാറ്റ് തന്നിട്ടുണ്ട് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ. ഇനി ശാഖ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? ആ പേര് തന്നെ ഉണ്ട്, 2,3 ഡൈമീഥൈലാണ്, മീഥൈൽ. ഇനി ശാഖയുടെ സ്ഥാനസംഖ്യകൾ ഏതൊക്കെയാണെന്ന് ഏറ്റവും ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 2,3 അല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ ഹൈഫൻ ഇട്ടിട്ട് നമുക്ക് എത്ര ശാഖയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് അതും നമുക്കതിൽ കൺഫേം ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര ഡൈ എന്നിട്ടുണ്ടെങ്കിൽ 2 എണ്ണം. ഓക്കെ, ട്രൈ ആണെങ്കിൽ 3 ഒക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡൈ ആണ്. ഡൈ എന്ന് പറയുമ്പോൾ 2. ഓക്കെ, പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറും ബാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പേജിൽ ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. അതിന് പിക്ചർ വരയ്ക്കാനാണ്, ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കാർബൺ ഉണ്ടാവും അപ്പം? ഹെപ്റ്റെയിൻ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7 ആണ് ഹെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടേക്കാണ് ശാഖ വേണ്ടത്? 2ലും 4ലും. എത്ര എണ്ണം വേണം? ഡൈ എന്ന് പറയുമ്പം 2 എണ്ണം വേണം. ഏതാണ് ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖ എന്ന് പറയുന്നത്? മീഥൈൽ ഗ്രൂപ്പാണ് അല്ലേ, CH3 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒരു സംയുക്തം തന്നിട്ടുണ്ട്. അതിൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും? നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും, 2 ബ്രാഞ്ചാണുള്ളത് അല്ലേ. സെക്കൻഡ് കാർബണിൽ 4ലും 2ലും 4ലുമാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്, ശാഖ വന്നിരിക്കുന്നത്. അപ്പോൾ 2,4 ഡൈമീഥൈൽ ഹെക്സെയിൻ. അതുപോലെ തന്നെ അടുത്തത് പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനുമാണ്. അത് നമുക്ക് പേര് തന്നെ മനസ്സിലാവും, കാരണം 2, 3, 2ൽ 2 എണ്ണവും അതുപോലെ തന്നെ 3ൽ ഒരു മീഥൈൽ ഗ്രൂപ്പുമാണ് വരുന്നതെന്ന് പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ആണ് കാർബൺ ലോങ് ചെയിനിൽ വരുന്നത്? ഏറ്റവും നീളം കൂടിയ ചെയിനിൽ പെൻറ്റെയിൻ അല്ലേ, 2, 2, 3 ട്രൈമീഥൈൽ പെൻറ്റെയിൻ. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ വേണം? 5. പെൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, അടുത്ത് തന്നെ നോക്കാം, 3,3 ഡൈഇഥൈൽ ഹെക്സൈൻ. ഇവിടെ ബ്രാഞ്ചിലെ ആൾ മാറി, ശാഖയിലെ ആൾ മാറി. ഇതേതാണ്? ഇഥൈൽ ഗ്രൂപ്പാണ് വന്നത്. ഇഥൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ? CH2 CH3 ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിൾ അവിടെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്, സംയുക്തത്തിൻ്റെ ഘടന തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതേണ്ടത് പേരാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നേരെ ഉള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ 4 കിട്ടുള്ളൂ. പക്ഷേ താഴെ നിന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കാർബൺ ഉള്ളത് പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും? 3,3 ഡൈമീഥൈൽ പെൻറ്റെയിൻ ആയിട്ട് നമുക്ക് നെയിമിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.